രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 11ാം എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. വിപ്ലവകരമായ മാറ്റങ്ങളും പുരോഗമനപരമായ ആശയങ്ങളുമായി നടന്ന ലോകത്ത് ഇത്രമാത്രം സ്വാധീനിച്ച രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഇന്ന് ആ കൗൺസിലിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിട്ടുപോയ വിസ്മരിച്ച ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് വിസ്മരിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ശ്രമിക്കുക. ഏതൊക്കെ വിഷയങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിസ്മരിച്ചത്? ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ എഴുത്തുകളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എഴുത്തുകളുമൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കും കൗൺസിലിൻ്റെ ചിന്തകൾക്ക് അതീതമായി നവീനങ്ങളായ ആശയങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഈ രണ്ട് മാർപ്പാപ്പന്മാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസ സത്യങ്ങളെയാണ് ഊന്നൽ കൊടുത്ത് എഴുതിയതെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്തിന് ആവശ്യമുള്ള വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ യുദ്ധം, പരിസ്ഥിതി, കമ്പ്യൂട്ടർ, തീവ്രവാദം, ഓയിൽ, രാജ്യങ്ങളുടെ കടബാധ്യത, സാറ്റലൈറ്റ് ധാർമ്മികത, ജനസംഖ്യാ വർധന, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മനുഷ്യകുലത്തെ സാരമായി ബാധിക്കുന്ന ഇന്ന് വളരെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പ്രതിപാദിക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നൊരു കൗൺസിൽ നടക്കുകയാണെങ്കിൽ മറ്റെല്ലാ വിഷയങ്ങൾക്കുമുള്ള പ്രാധാന്യം ഈ പറഞ്ഞ വിഷയങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിസ്മരിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങളും രണ്ടാം വത്തിക്കാൻ കൗൺസിലുണ്ട്. എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ബിഷപ്സ് കോൺഫറൻസുകളും സിനഡുകളും രൂപീകൃതമായത്. പ്രാദേശിക തലത്തിൽ പാരിഷ് കൗൺസിലുകളിലൂടെയും രൂപതാതലത്തിൽ പാസ്റ്റർ കൗൺസിലുകളിലൂടെയും രാജ്യതലത്തിൽ ബിഷപ്സ് കോൺഫറൻസുകളിലൂടെയും സിനഡുകളിലൂടെയും കാലാകാലങ്ങളിൽ മാർപ്പാപ്പ റോമിൽ വിളിച്ചുകൂട്ടുന്ന സിനഡുകളിലൂടെയും എല്ലാം സഭയുടെ കാര്യങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്നതിനും പൊതുവായ അഭിപ്രായങ്ങൾക്കനുസരിച്ച് സഭയുടെ നിലപാടുകൾ രൂപീകരിക്കുന്നതിനുമുള്ള ഒരു ശൈലി രൂപീകൃതമായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലാണ്. വിസ്മരിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സ്വീകാര്യമായ ചില കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പാവപ്പെട്ട മനുഷ്യരോടും പാവപ്പെട്ട രാജ്യങ്ങളോടുമുള്ള സഭയുടെ സമീപനം വളരെ കൃത്യമായി അഡ്വനിയാത്ത്, മിസിയോ, മിസെരിയോർ, ചർച്ച് ഇൻ നീഡ് തുടങ്ങിയ പാവപ്പെട്ട രാജ്യങ്ങളെ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനകളൊക്കെ രൂപീകൃതമായത് മിസിയോ ജർമ്മനിയിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നു. എങ്കിലും ഈ സംഘടനകളൊക്കെ ഔദ്യോഗികമായത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ്. അതുകൊണ്ട് വിസ്മരിക്കപ്പെട്ട വിഷയങ്ങളും ഇന്ന് സഭയിൽ ചർച്ചാ വിഷയമാണ്, ചർച്ചാ വിഷയമാകണം.